മലക്കുകൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ മലക്കുകൾ നമ്മളെ ശപിക്കും. മലക്കുകൾ ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മലക്കുകൾ ശപിക്കുന്നു എന്ന് പറയുന്ന പല വിഷയങ്ങളും ഖബായിറാണ്, വൻദോഷങ്ങളിൽപ്പെട്ടതാണ് എന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ പറയാറുണ്ട്, പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പൊ ഇനി പറയുന്ന വിഷയങ്ങൾ നമുക്ക് പാടില്ലാത്തതാണ്. അത് ചെയ്യുമ്പോൾ മലക്കുകളുടെ ശാപം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ നമ്മൾ നശിക്കൂലേ? നമ്മൾ എങ്ങനെ വിജയിക്കാം? അതുകൊണ്ട് ശ്രദ്ധിക്കണമേ. ചെറിയ കാര്യം മുതൽ മൻ ദഖലൽ ഹമ്മാമ ബിഗൈരി മിഅ്സരിൻ ലഅനഹുൽ മലകാൻ. അനസ് റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് കേട്ടുപഠിച്ചൊരു ഹദീസാണിത്. ഇന്നിപ്പോൾ നമ്മൾ സ്പാ സെന്ററുകളുണ്ട്, നാട്ടിലൊക്കെ ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഹമ്മാമാണ്. ഷാമിലൊക്കെ ഇപ്പോഴുണ്ട് മഗ്രിബി ഹമ്മാം, മൊറോക്കോയിലുണ്ട് ഹമ്മാമുകൾ. പബ്ലിക് ബാത്റൂം എന്നാണത് പറയാം. സ്റ്റീം ബാത്ത് എടുക്കാൻ വേണ്ടി, ചുടുവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി, പിന്നെ മറ്റു പിന്നെ ആരോഗ്യത്തിന് വേണ്ടി, നഖം മുറിക്കാൻ, വൃത്തിയാവാൻ, അതിനൊക്കെ പൈസക്കാർ പോയിരുന്ന അന്നത്തെ സലൂണുകളാണ് അന്നത്തെ ഹമ്മാമുകൾ. അത് മക്കയിലും മദീനത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് സിറിയയിലുണ്ട്, ജോർഡാനിലും ഫലസ്തീനിലും, പിന്നെ ഇങ്ങ് നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ലിബിയയിലും അൾജീരിയയിലും അതുപോലെ തന്നെ പിന്നെ തൊട്ടടുത്തുള്ള മൊറോക്കോയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഹമ്മാമുകൾ. അതിനെ സംബന്ധിച്ചൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, അവിടെ പോയിട്ട് ഔറത്ത് കാണിച്ചിരിക്കരുത്. മൻ ദഖലൽ ഹമ്മാമ ബിഗൈരി മിഅ്സരിൻ, അരമുണ്ട് പോലും ഉടുക്കാതെ, അരമുണ്ടെന്ന് പറഞ്ഞാൽ പൊക്കിൾ മുതൽ കാൽമുട്ട് വരെ മറയുന്ന വസ്ത്രമെങ്കിലും ഇല്ലാതെ ആരെങ്കിലും അതുപോലെയുള്ള ഒരു ഹമ്മാമിൽ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ സലൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിവെട്ടുന്ന സലൂണല്ലേ, ബോഡി സ്പാ ചെയ്യുന്ന സലൂണുകളുണ്ടല്ലോ, അങ്ങനെ ഒരു അരമുണ്ടില്ലാതെ അവിടെ കടന്നു കൊടുത്താൽ ലഅനഹുൽ മലകാൻ, അവന്റെ കൂടെ നിൽക്കുന്ന 2 മലക്കുകളും അവനെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ഔറത്ത് വെളിവാവുന്ന സ്ഥലമാണത്. ഇതൊരു ട്രീറ്റ്മെന്റിനോ ഒരു ചികിത്സക്കോ അല്ല. അങ്ങനത്തെ ഒരു ചികിത്സ അല്ലല്ലോ ഇത്. ഔറത്ത് കാണാത്ത രീതിയിൽ ഇത് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ തുണി മറച്ചുകൊണ്ടേ പറ്റുകയുള്ളൂ. ഒരു സർജറി നടക്കുന്ന പോലെയല്ല ഇത്. അത് അനിവാര്യമായ ഘട്ടങ്ങളാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ. അപ്പം നമ്മൾ